രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് CPM അല്ല സ്വീകരിക്കേണ്ടത്, കോൺഗ്രസ്സാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിലെല്ലാമുള്ള അനുഭവമില്ലേ? രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കേരളത്തിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെച്ചു. ആ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ, ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ചു, ശരി, അതങ്ങനെ കണക്കാക്കാൻ വിചാരിക്കും. ഇദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യാണ്. സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് എന്തോ ഒരു പെശകു പറ്റിയെന്ന് തന്നെയല്ലേ അതിൻ്റെ സ്ഥിരീകരണമല്ലേ? ഇപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ഗവൺമെൻറ് സ്പീക്കർക്ക് നൽകിയ കത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടം അസംബ്ലിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കാണ് പിന്നെ അനുവദിക്കേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായി തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ജനങ്ങൾ എത്ര നാൾ കബളിപ്പിച്ച് നിർത്താൻ കഴിയും? അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്ന ജീർണമുഖം, കോൺഗ്രസിൻ്റെ ജീർണമുഖം ഇങ്ങനെയുള്ള ഓരോ നടപടിയിലും വ്യക്തമാവുകയാണ്. ആ നിലപാടുകളിൽ നിന്ന് കോൺഗ്രസ്സാണ് മാറേണ്ടത്. കോൺഗ്രസിൻ്റെ ഈ സമീപനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല നിലയിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവിടെ ജനങ്ങളാണ് ആ നിലയിൽ വ്യക്തമായ പ്രതികരണങ്ങൾ ഈ പ്രശ്നങ്ങളിൽ സൃഷ്ടിക്കേണ്ടത്. ഒരു MLA എന്നുള്ള നിലയിൽ MLAയുടെ സ്ഥാനം ഒഴിവാക്കുന്ന നിയമ നടപടികളിലേക്ക് കടക്കാതെ എങ്ങനെയാണ് അതിൻ്റെ മറ്റ് നിലപാടിനെക്കുറിച്ച് പറയാൻ സാധിക്കുക? അപ്പോൾ അതിന് കോൺഗ്രസ്സാണ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. കോൺഗ്രസ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി എന്താണ് നിലപാട് എന്നുള്ളത് കോൺഗ്രസ് തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടതുണ്ട്. ഓരോ ഘട്ടത്തിലും അവിടെ നിലപാടുകളിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവസാനമായി പറഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കത്ത് സ്പീക്കർക്ക് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ പ്രവേശിക്കുന്നതിനെ തടയാനൊന്നും കഴിയില്ല. നിയമസഭയിൽ പങ്കെടുക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. അപ്പോൾ അതിനനുസൃതമായ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടം സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തുടർന്നുള്ള നിലപാട് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയും. ഉണ്ടെങ്കിൽ അവർ ഉന്നയിച്ചോട്ടെ, അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. അതൊക്കെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല പ്രശ്നത്തെ സമീപിക്കുന്നത്. ഓരോ പ്രശ്നത്തിൻ്റെയും മെറിറ്റ് വെച്ചാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അവരുടെ ഭരണമുന്നണിയിൽ തന്നെ പെട്ടിട്ടുള്ള ഇതുപോലെയല്ലെങ്കിലും വ്യത്യസ്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുന്നില്ലേ? ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ആൾ നിയമസഭയിൽ ഇരിക്കുന്നില്ലേ? അതൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഓരോ പ്രശ്നത്തിൻ്റെയും മെറിറ്റ് പരിശോധിച്ച് നിയമപരമായി പരിശോധിച്ചുകൊണ്ടാണ് ഒരു അംഗത്തോടുള്ള സമീപനം വ്യക്തമാക്കേണ്ടത്. അത്തരമൊരു നിലപാടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെയും സ്വീകരിച്ചു വന്നത്. ഇല്ല. രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ ഒരു പദവിയും ഏൽക്കാൻ യോഗ്യനല്ല. കാരണം പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മാന്യത, മൂല്യം, ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടൻ ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതുമാത്രമല്ല, വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ ഈ തെറ്റായ രീതി അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. അത് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്, പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതാണ്. അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കാനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇതിൽ എന്ത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇതിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ, അവരുടെ മാനസിക നില എന്താണ്, അവരുടെ ജീവിതം എന്താണ്, അവർക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഈ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു നിൽക്കല്ലേ? അപ്പോൾ ആ മാനുഷിക വശം ആരാണ് പരിശോധിക്കുന്നത്? ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഈ മാനുഷിക വശമൊന്നും കോൺഗ്രസ് പരിഗണിക്കപ്പെടുന്നേയില്ല.
ഇതാണ് ഈ വിഷയങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം. വയനാട്ടിൽ മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 കോൺഗ്രസ് നേതാക്കളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം NM വിജയന്റെ മരുമകളും ആത്മഹത്യാ ശ്രമം നടത്തി. കോൺഗ്രസിൽ നേതാക്കളിൽ നിന്ന് വ്യാപകമായിട്ടുള്ളൊരു ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉയരുകയും ഈ ആത്മഹത്യാ ശ്രമം കൂടുകയും ചെയ്യുന്നുണ്ട്. വയനാട്ടിലെ അനുഭവം ഇന്ന് നാടിന് മുമ്പിലുണ്ട്. 5 കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണ്, അഴിമതിയും തെറ്റായ രീതികളുമാണ് ഇതിന് കാരണമായി നിൽക്കുന്നത്. ഇത് കേരളത്തിൽ വ്യാപിക്കുകയാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് അത്തരം ഒരു സ്ഥിതി, പഴയ കോൺഗ്രസ് അല്ല ഇപ്പം തുടരുന്ന കോൺഗ്രസ്. ഒരു സംസ്കാരവും ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകും, ഒരു മൂല്യവും ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വയനാട്ടിൽ വന്നുയർന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളിലെല്ലാം കോൺഗ്രസ് തന്നെയാണ് നിലപാടെടുത്ത് സമീപനം സ്വീകരിക്കേണ്ടത്.